ഹായ് ഫ്രണ്ട്സ്. ഇന്ന് സ്ട്രൈറ്റ് പാൻറ്റിൽ എങ്ങനെയാണ് നമുക്ക് സിമ്പിളായിട്ടൊരു പോക്കറ്റ് ഫിറ്റ് ചെയ്യുന്നതെന്നാണ് കാണിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഇതുപോലെ ഇതിപ്പോൾ ഒരു ലൈനിങ് ഉള്ള ഒരു പാൻറ്റാണ് കേട്ടോ. അപ്പോൾ അതിന് ഞാൻ ഇതുപോലെ ജോയിൻ്റ് ചെയ്തൊക്കെ എടുത്തു. അപ്പോൾ ക്രോച്ചിൻ്റെ ഏരിയയാണ് ഇത്. ഇത് നമ്മുടെ സൈഡ്. അപ്പോൾ ഈ പീസ് ഫ്രണ്ട് പീസാണ് കേട്ടോ. അപ്പോൾ ഇത് ബാക്ക് പീസ്. അപ്പോൾ ഇതിൻ്റെ ഇത് നല്ല വശമാണ്, ഇതാണ് ലൈനിങ് ഇട്ടേക്കുന്നത്. നമുക്ക് ഇപ്പോൾ കാണുമ്പോൾ അറിയാമല്ലോ. അപ്പോൾ ഇത് രണ്ടും കൂടി ഇതുപോലെ ഒപ്പം മുകളിൽ നല്ല വശങ്ങൾ തമ്മിൽ ഇതുപോലെ ഒപ്പം വെച്ചിട്ട് ഇതിൻ്റെ സൈഡ് ഇപ്പോൾ ഫ്രണ്ട് പീസാണ് കേട്ടോ ഞാൻ മുകളിൽ വെച്ചിരിക്കുന്നത്. അതെന്താണ്, ഇവിടെ നമ്മൾ കുറച്ച് 1/2 ഇഞ്ച് ചെരിച്ച് കട്ട് ചെയ്യുമല്ലോ. അപ്പോൾ ആ ഭാഗമാണിത്. അപ്പോൾ അതിൻ്റെ നേരെ ഇപ്പുറത്തുള്ള അതായത് റൈറ്റ് സൈഡിലുള്ള പോർഷൻ എടുക്കുക. രണ്ടും ഞാൻ ഇതുപോലെ ജോയിൻ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വെക്കാനായിട്ട് ഒരു പീസ് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ലൈനിങ് പീസ് 2 എണ്ണം ഇതുപോലെ എടുക്കണം കേട്ടോ, റഫായിട്ടുള്ളത്. എന്നിട്ട് ഒരുപോലെ വെക്കുക. അതിനുശേഷം നമുക്ക് ഇപ്പം ഞാൻ വീതി 8.5 ഇഞ്ച് വീതിയാണ് ഞാൻ അടയാളപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഞാൻ ആദ്യം അടയാളപ്പെടുത്തിയതിന് ശേഷമാണ് വിചാരിച്ചത് നിങ്ങൾക്ക് കൂടി പറഞ്ഞു തരാമെന്ന്. അപ്പോൾ ഞാനിത് 8.5 ഇഞ്ച് വീതി എടുത്തു. കണ്ടോ, 8.5 ഇഞ്ച്. അപ്പോൾ ഇതിന് നീളം എടുത്തത് ഞാനിവിടെ 2 ഇഞ്ച് നമുക്ക് ഇലാസ്റ്റിക്കും ബാൻഡും ഒക്കെ വെക്കാൻ വേണമല്ലോ. അപ്പോൾ അത് കഴിച്ചിട്ടുള്ള ഭാഗമാണ് നമുക്ക് കിട്ടുക. അപ്പം ഞാൻ ഇത്തിരി വലുതെടുക്കുന്നത് നമുക്ക് ഫോണൊക്കെ വെക്കാൻ, വലിയ ഫോണൊക്കെ അല്ലേ, അപ്പം നമുക്ക് അതൊക്കെ വെക്കാനുള്ള ഒരു ഇതായിട്ടാണ് ഞാൻ ഇത്തിരി നീട്ടത്തിലാണ് എടുക്കുന്നത്. അപ്പോൾ ഈ 2 ഇഞ്ച് കഴിഞ്ഞിട്ട് നമുക്ക് ലെങ്ത്ത് ഞാനൊരു 12 ഇഞ്ച് അടയാളപ്പെടുത്തേണ്ട കേട്ടോ. അപ്പോൾ 12 ഇഞ്ച് ഇതുപോലെ നേരെ വരച്ചു. എന്നിട്ട് അപ്പോൾ ഈ ഒരു പീസാണല്ലോ, അപ്പോൾ ഈ സൈഡും നമ്മൾ ഇതുപോലെ തന്നെ സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കണേന്ന്. അപ്പം നമുക്ക് എന്ത് ചെയ്യണം, ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഒന്ന് ചെരിച്ച് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്യാം. കണ്ടോ, ഒരു കർവ് പോലെ. എന്നിട്ട് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇത്രയും വലുതിൻ്റെ ആവശ്യം ഉണ്ടാവില്ല, എന്നാലും ഇത് ഇത്തിരി വലുത് വേണം എന്ന് പറഞ്ഞു. വലിയ ഫോണാണ്, അപ്പം ഇപ്പം ചെറിയ ഫോണൊക്കെ ആണെങ്കിൽ ഇത്ര എടുക്കണ്ട കേട്ടോ. കണ്ടോ, ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റി. ഇതാണ് നമ്മുടെ പോക്കറ്റ് വയ്ക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്ന ഇത്. ഇനി നമുക്കത് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇത് ആദ്യം നമുക്ക് ഈ ഭാഗം ഒന്ന് അങ്ങോട്ട് അടിച്ചെടുക്കാം കേട്ടോ. അതായത് ഈ റൗണ്ട് പോലെ ചെയ്തില്ലേ, അതൊരു സ്റ്റിച്ച് കൊടുക്കുക. എന്ന് സ്റ്റിച്ച് ചെയ്യാം. അപ്പം ഇവിടെ വരെ എത്തിക്കണ്ട കേട്ടോ, ഒരിത്തിരി മുൻപ് വെച്ചിട്ട് നിർത്തുക. എന്നിട്ട് നമുക്ക് ഡബിൾ സ്റ്റിച്ച് കൊടുത്തേക്കാം. ഇനി ഇത് ഇങ്ങോട്ടേക്ക് തിരിച്ചിടാം. കണ്ടോ, ഇങ്ങനെ കിട്ടിയില്ലേ. ഇനി നമുക്ക് ഫിറ്റ് ചെയ്യേണ്ട പീസ് എടുക്കുക. റൈറ്റ് സൈഡ് ഇട്ടാ, ഫ്രണ്ട് പീസ് മുകളിൽ റൈറ്റ് സൈഡ്. ഇനി നമുക്ക് ഇതിങ്ങനെ അടിച്ചെടുത്തില്ലേ, ഇനി നമുക്ക് ഇത് നല്ലത് അല്ലേ. അപ്പൊ ആ ഭാഗം ഇങ്ങനെ വിടർത്തണം. ഇത് മുകളിൽ വന്നിട്ടാ. എന്നിട്ട് ഈ വശൂലേ, ഇതിങ്ങോട്ട് നീക്കി കൊടുത്തിട്ട്, ഇത് നല്ല വശം ഉണ്ടാ, അതിൻ്റെ മുകളിലേക്ക്. അപ്പം നമ്മൾ തെറ്റിപ്പോകരുത്. ഇതിങ്ങനെ വെച്ചേക്കാണ്. ഇത് ലൈനിങ് ഉള്ള ഭാഗം, ഇപ്പുറത്തും ലൈനിങ് ഉള്ള ഭാഗം, ഇതാണ് നല്ല വശം. അപ്പം അതിൽ നിന്നും ഒരു പീസ് ഇതുപോലെ മാറ്റി, അതായത് ഫ്രണ്ട് പീസ് മാറ്റി. എന്നിട്ട് ഇതിൻ്റെ ഈ നല്ല വശമില്ലേ, അതിൻ്റെ ഈ ഭാഗം ഇങ്ങോട്ടേക്ക് വെക്കുക. എന്നിട്ട് നേരെ താഴേക്ക് അടിക്കുക. നമ്മളിങ്ങനെ വിട്ട് വെച്ചിട്ടുണ്ടായില്ലേ, അത് നേരെ താഴേക്ക് എവിടെയാണോ വരിക അവിടെ വരെ സ്റ്റിച്ച് ചെയ്യാം. ഇതും നമുക്ക് ഡബിൾ സ്റ്റിച്ച് കൊടുക്കണം. അപ്പം ഇങ്ങനെ എടുത്തു. അപ്പം ഇത് ഇങ്ങനെ വന്നേക്കാണ് കേട്ടോ. കണ്ട, ഇനി നമുക്ക് ഇതിൻ്റെ നല്ല വശം അല്ലേ, അപ്പം അത് ഇങ്ങനെ വരുത്തണം. നമ്മൾ ഇങ്ങനെ വെച്ചത്
നേരെ ഇങ്ങോട്ടേക്കും വെച്ചു, നേരെ ഇങ്ങോട്ടേക്കും വെച്ചു. മനസ്സിലായില്ലേ? ഇതിങ്ങനെ വിടർത്തി വെച്ച് എന്നിട്ട് ഇത് ഇതുപോലെ തന്നെ പിടിച്ച് സ്റ്റിച്ച് ചെയ്യാം. നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇതാ ഇതിങ്ങനെ വന്നു. അപ്പൊ നമ്മളിവിടെ വിടിയിച്ച സ്ഥലം നമ്മൾ നേരെ സ്റ്റിച്ച് ചെയ്ത് പോകും കേട്ടാ. അപ്പൊ ഇതാ ഇങ്ങനെ വന്നില്ലേ, ഒരേ ലെവലിൽ കിട്ടി. ഇലാസ്റ്റിക് കൊടുക്കാനായിട്ട് 2 ഇഞ്ച് ഇതുപോലെ വേണ്ടി വരും. അത് കഴിഞ്ഞിട്ട് നമ്മുടെ കൈ ഇതുപോലെ വെച്ച് നോക്കുക. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഇവിടെയല്ലേ ഒരു ലൂസിൽ പിടിക്കണം കേട്ടോ, അതായത് ഇവിടെ ഇത്തിരി ഗ്യാപ്പ് ഇട്ടിട്ട്. എന്നിട്ട് അത് കഴിഞ്ഞിട്ടുള്ള വശം ഒന്ന് പോയിന്റ് ചെയ്യാം. എന്നിട്ട് ഇവിടെ കറക്റ്റിന് ഒരേ ലെവലിൽ വെക്കുക. അതായത് നമുക്ക് താഴെ ടച്ച് ചെയ്ത് ഇതും ഒരുപോലെ കിട്ടണം. തയ്യൽ തുമ്പ് ഒരുപോലെ വരുത്തുക. ഇതുപോലെ കണ്ട. അപ്പൊ നമുക്കിവിടെ എന്നിട്ട് ഇവിടെ ഈ തയ്യലിൽ കയറാതെ ഇപ്പുറത്തേക്ക് നീക്കിയിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്യാം. ഇവിടെ മുതൽ ഇവിടെ കെട്ടിട്ട് കൊടുക്കണേ. ഇങ്ങനെ കെട്ടിട്ട് അടിക്കുക. ഈ ഭാഗം ഒന്ന് നേരെ ഇതുപോലെ ഒന്ന് ഇതിന്റെ മുകളിലൂടെ സ്റ്റിച്ച് ചെയ്യണം കേട്ടോ. ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ആ കട്ട് ചെയ്ത് വെച്ച് നിർത്തിയിരുന്നില്ലേ, അവിടെ ഒരു സേഫ്റ്റിക്ക് ഇതുപോലെ ചെയ്യുക. കണ്ടോ? അപ്പൊ ഇതിലൂടെ ഒരു സ്റ്റിച്ചും കൂടി കൊടുക്കണം. അപ്പൊ നമുക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഈ പീസ് നേരെ ഫ്രണ്ട് പീസ് എന്ന് പറഞ്ഞില്ലേ, ഫ്രണ്ട് പീസിലേക്ക് ഇതുപോലെ മടക്കുക. എന്നിട്ട് ഇവിടെ ഒന്ന് നേരെ സ്റ്റിച്ച് ചെയ്യാം. ഇതിൽ മാത്രം ഇവിടെ നിന്നും ഇവിടെ വരെ കേട്ടോ ഈ ഫ്രണ്ട് പീസിൽ ജോയിൻ ചെയ്യാം. ഇതുപോലെ കിട്ടി. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഇലാസ്റ്റിക് ഫിറ്റ് ചെയ്യാം. ഇതിപ്പോൾ പോക്കറ്റ് റെഡി ആയിട്ടുണ്ട്. കണ്ടോ? നമുക്ക് ഇതിന് ഇത്രയും വലുത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ഇങ്ങനെ മടങ്ങി പോകും. ബാക്കിയുള്ളതാണ് നമുക്ക് പോക്കറ്റിനായിട്ട് കിട്ടുക. അപ്പം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് ഇങ്ങനെ വരുമ്പോൾ ഇതാണ്ടോ ബട്ടൺ അടിച്ചിട്ട് ഇതുപോലെ വരിക. എന്നിട്ട് നമ്മൾ ഈ ഭാഗം വന്നില്ലേ ഇത്, അപ്പം അവിടെ ഇതുപോലെ നമ്മൾ മടക്കി വെച്ച് കൊടുക്കുക. അതിൻ്റെ മുകളിലേക്ക് സാധാരണ എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് നമ്മൾ ചെയ്യുക. കണ്ടോ? ഈ ഭാഗം വന്നപ്പോൾ ഇതിന് മുകളിലേക്ക് ലെവലായിട്ടുള്ള തുണി പോലെ തന്നെ അടിച്ചെടുത്തു. അപ്പം ഇത്രേ ഉള്ളൂ നമ്മുടെ ഒരു പോക്കറ്റ് റെഡിയാക്കാനായിട്ട്. അപ്പോൾ ഇത് നമ്മുടെ പോക്കറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പക്ഷേ കാണാൻ സാധിക്കുന്നില്ലല്ലോ. ഇതാണ് പോക്കറ്റ്. കണ്ടോ? വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റും. എന്നിട്ട് ഇനി ഒന്ന് അയൺ ചെയ്ത് ലെവലാക്കുക. കണ്ടോ? അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.